ഇങ്ങനെ നിങ്ങളെ അനുസരിപ്പിച്ചത് നിങ്ങളെ വിളിച്ചവന്റെ പ്രവൃത്തിയല്ല. അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഭിന്നാഭിപ്രായം ഉണ്ടാകില്ല എന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു. വ്യക്തമായിട്ട് പൗരസഭ പറയാം. അതുകൊണ്ട് ഇന്നത്തെ വിശ്വാസികളായിരിക്കുന്ന പെന്തക്കോസ്ത് സമൂഹമേ, നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങളുടെ വീഴ്ച നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. കാരണം നിങ്ങൾ നടത്തുന്ന ഒരു വലിയൊരു കൂട്ടം ശുശ്രൂഷാ വൃന്ദങ്ങളുണ്ട്. അവർ മുഴുവനും ദ്രവ്യാഗ്രഹത്തിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. ദ്രവ്യാഗ്രഹത്തിലേക്ക്. കാരണം അവർക്ക് ദ്രവ്യാഗ്രഹമുണ്ട്. അവർക്ക് ദ്രവ്യാഗ്രഹം ഉള്ളത് കൊണ്ട് ദ്രവ്യാഗ്രഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് ഈ സഭയിൽ വരുന്ന എല്ലാ വിശ്വാസികളും ജോലിക്ക് പോകണം, ജോലിയെടുക്കണം, വെറുതെ ഭക്ഷണം കഴിക്കരുതെന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കൊണ്ടുപോയി തകർത്ത് തരിപ്പണമാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടായിരുന്നാലും തൻ്റെ ഭക്തന് ഒരു നന്മയ്ക്കും കുറവുണ്ടായിരുന്നാണ് വചനം. അറിയാവോ? ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടാതിരുന്നാലും തൻ്റെ ഭക്തന്മാർക്ക് ഒരു നന്മയ്ക്കും കുറവുണ്ടായിരുന്ന. ബാലസിംഹം എന്ന് പറയുന്നത് ഉപമയായിട്ട് കർത്താവ് പറഞ്ഞ, കാട്ടിലെ ബാലസിംഹങ്ങൾക്ക് ഇരകിട്ടാതിരിക്കില്ല. കാരണം തള്ളവിസിംഹങ്ങൾ ആരെയും ആടിനെയും ആനയൊക്കെ പിടിച്ച് മുയലിനെയൊക്കെ പിടിച്ചുകൊണ്ടുവന്ന് വെറുതെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് നിന്നോടാന്നും പറയും. അപ്പോൾ അതുപോലെ ഈ നമ്മുടെ ഈ ലോകത്തിലുള്ള ധനവാന്മാരുണ്ട്, സമ്പന്നന്മാരുണ്ട്. അതായത് 10-20 തലമുറ ജീവിക്കാനുള്ള സമ്പത്തുള്ളവരുണ്ട്. അവർക്ക് മക്കൾക്ക് ആഹാരം കിട്ടാതിരുന്നാലും തൻ്റെ ഭക്തൻ ഒരു നന്മയ്ക്കും കുറവുണ്ടായിരുന്നാണ് കർത്താവ് പറഞ്ഞത്, വചനം പറഞ്ഞത്. അത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ചൂരച്ചെടിയുടെ താഴെയിരുന്ന ഒരു ഏലിയാവിനെ കാക്കയിൽ കൂടെ അപ്പം ഇറച്ചിയും കൊണ്ടു കൊടുത്ത ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം തൻ്റെ ഭക്തനെ ഒരു നന്മയ്ക്കും കുറവുണ്ടായില്ല. പ്രിയപ്പെട്ടവരെ, അതൊന്ന് അനുഭവിക്കണം. നമ്മൾക്കത് അനുഭവിക്കണമെങ്കിൽ ഈ ക്രിസ്തുവിൻ്റെ ഉപദേശത്തിലേക്ക് നമ്മൾ വരണം. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കുന്നവർ കൊണ്ടല്ലോ 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവചനങ്ങളെല്ലാം ലഭിക്കുന്നത് ആർക്കാണ്? 91 സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അനുഭവിക്കാൻ പോകുന്നതും അതിൽ നിലനിൽക്കുന്നതും ആരാണ്? ക്രിസ്തുവിൻ്റെ ഉപദേശത്തെ മുറുകെ പിടിക്കുന്നവരാണ്. അവർക്കാണ് ഒരു നന്മയ്ക്കും കുറവില്ലായിരിക്കും. അവരെയാണ് സ്തോത്രം ദൈവത്തിൻ്റെ ചിറകിനടിയിൽ സൂക്ഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് വിട്ടിട്ട് നമ്മൾ എവിടെ പോയാലും രക്ഷപ്പെടാൻ പോകില്ല. നമ്മൾക്ക് താൽക്കാലികമായ ആശ്വാസമായി ഈ ഭൂമിയിൽ കിട്ടത്തുള്ളൂ. പക്ഷേ കർത്താവിൻ്റെ വരവിൽ ഇവിടുന്ന് നാം പറന്നു പോകണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ,